തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ കേരളത്തെക്കാൾ വലിയ അട്ടിമറിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അവിടെ വളരെ വലിയ മുന്നേറ്റവുമായി തമിഴ്നാടൻ വിജയുടെ തമിഴക വെട്രി കഴകം TVK വളരെ വലിയ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ഒരുപക്ഷെ ഒരാളും കരുതാത്ത അത്ര വലിയ വിജയത്തിലേക്കാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അവിടുത്തെ സംസ്ഥാനത്തെ ഏതാണ്ട് 234 മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന വിജയുടെ രാഷ്ട്രീയ അരങ്ങേറ്റം വൻ ചലനങ്ങൾ തമിഴ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം 100-ലധികം സീറ്റുകൾ, ഇപ്പോൾ 100-ലധികം സീറ്റുകൾ എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഏതാണ്ട് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് അവിടെ ഭരിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. TVK നില മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ DMK ആകട്ടെ താഴേക്ക് പോകുന്നു. ADMK അതിനേക്കാൾ വലിയ പ്രകടനം, ഏതാണ്ട് 65-ലധികം സീറ്റുകൾ നേടി ADMK 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് NDയുടെ സഖ്യകക്ഷിയാണ്, NDയുടെ നേതൃത്വത്തിലാണ്. ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ പങ്കുവെക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഈ തമിഴ് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത? ഒരുപക്ഷെ MGRനും ജയലളിതയ്ക്കും കരുണാനിധിക്കും ഒക്കെ ശേഷം ഈ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലെത്തിയ വിജയ് തെരഞ്ഞെടുത്ത സമയം വളരെ നിർണായകമാണ്. അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അദ്ദേഹത്തിനൊരു പ്രതിച്ഛായയുണ്ട്. അനീതിക്കെതിരെ ശബ്ദിക്കുന്ന ഒരാൾ, അഴിമതിക്കെതിരെ ശബ്ദിക്കുന്ന ഒരാൾ. ഈ പ്രതിച്ഛായ വോട്ടാക്കി മാറ്റാൻ അദ്ദേഹത്തിന് ഒരു പക്ഷേ അവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. തമിഴ് രാഷ്ട്രീയവും അതുപോലെ തന്നെ സിനിമയും എത്രത്തോളം ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ളതാണ് വിജയുടെ യൂത്ത് അപ്പീൽ എന്ന് പറയുന്നത്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ കാണാത്ത ഒരു പ്രത്യേകത തമിഴ് രാഷ്ട്രീയത്തിനുണ്ട്. അത് ഒരുപക്ഷെ ഫാൻ ക്ലബ്ബുകളുടെ കോൺട്രിബ്യൂഷനാണ്. അവിടെ വിജയുടെ ഫാൻ ക്ലബ്ബുകൾ, അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദം എന്ന് പറയുന്നത് ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാരുടെ വോട്ടുകൾ പലരും വിട്ടുകളഞ്ഞപ്പോൾ അതൊക്കെ ഭംഗിയായി പോക്കറ്റിലാക്കുവാൻ വിജയിന് സാധിച്ചു എന്നുള്ളത് ഒരുപക്ഷെ തമിഴ് രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത കൂടി ചേരുമ്പോൾ അദ്ദേഹത്തിന് വിജയം സമ്മാനിച്ചു എന്നുള്ളതാണ്. എന്നാൽ പിന്തുടർന്നു വന്ന നയങ്ങളും അതുപോലെ തന്നെ പല മൈനോറിറ്റി വോട്ടുകളും തങ്ങളിൽ നിന്ന് നഷ്ടമായതും ഒരുപക്ഷെ സ്റ്റാലിൻ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ഈ പല കാര്യങ്ങളിലും കേരളത്തിലെ മൃദു സമീപനത്തോട് പുലർത്തിയ സമീപനങ്ങളിൽ ഒരുപക്ഷെ സ്റ്റാലിൻ തൃപ്തനല്ല എന്നൊക്കെ, BJPയോട് പുലർത്തിയുള്ള സമീപനങ്ങളിൽ സ്റ്റാലിൻ തൃപ്തനല്ല എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് നില മെച്ചപ്പെടുത്താൻ അവിടെ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, അവിടെ BJP ഉൾപ്പെടുന്ന NDA മുന്നണിക്ക്, പ്രത്യേകിച്ച് ADMKയോട് ചേർന്നുള്ള NDA മുന്നണിക്ക് അവിടെ നില മെച്ചപ്പെടുത്താനും 2ാം സ്ഥാനത്തെത്താനും കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്നാൽ വിജയുടെ ഈ എൻട്രി എന്ന് പറയുന്നത്, ഒന്നാമതായി അദ്ദേഹത്തിന് യൂത്ത് അപ്പീൽ ഉണ്ടായിരുന്നു. യൂത്തിനെ മൊബിലൈസ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഫാൻ ക്ലബ്ബുകൾ വഴി സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. 2, അഴിമതിക്കെതിരെ, അപ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിലെ പുതുതായിട്ട് വന്ന ആളാണ്. അദ്ദേഹം അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെതിരെ വലിയ അഴിമതി ആരോപണങ്ങളൊന്നുമില്ല. അത് അദ്ദേഹത്തിന് അനുകൂലമായി ഒരു ഘടകമായി മാറി എന്നുള്ളതാണ്. BJPയിലേക്ക് അതുപോലെ പോകാത്ത, സ്റ്റാലിനോടൊപ്പം നിൽക്കാത്ത ആളുകൾക്ക് ഒരു 3ാം സ്പേസ് ഒരുപക്ഷെ തമിഴ് രാഷ്ട്രീയത്തിൽ ഉണ്ടായി വന്നതും അതും വളരെ നിർണായകമായ ഒരു ഘടകമായി മാറി. ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ ജാതിമത രാഷ്ട്രീയങ്ങൾക്കപ്പുറം ഒരു രാഷ്ട്രീയത്തെ സങ്കല്പിക്കുമ്പോൾ ആ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ 3ാം ഇടമായി വിജയിനെ കണ്ടതും വിജയുടെ നേട്ടത്തിന് കാരണമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ തമിഴ്നാട്ടിൽ സന്ദർശിക്കാനും തെരഞ്ഞെടുപ്പ് സമയത്ത് തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളും സന്ദർശിച്ചു. അവിടെയുള്ള പല അധ്യാപകരോടും ഒക്കെ സംസാരിച്ചു. പക്ഷെ അവർക്കാർക്കും തമിഴ്നാട്ടിലെ ഈ ഒരു മാറ്റം കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. അതൊരു പക്ഷേ ആ തമിഴിലെ യൂത്തിൻ്റെ ആ മാറ്റം, ഈ പറഞ്ഞതുപോലെ തമിഴ് രാഷ്ട്രീയത്തിൻ്റെ ആ സിനിമയും രാഷ്ട്രീയവും അവിടുത്തെ സംസ്കാരവും എല്ലാം കൂടെ കൂടിച്ചേർന്നുള്ള ഒരു പ്രത്യേകത. അതുപോലെ തന്നെ തമിഴിന് ഈ ഒരു നാഷണൽ ഈ ഐഡന്റിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തമിഴ് ഐഡന്റിറ്റി, അതൊരു പക്ഷേ ഏറ്റവും കൂടുതൽ വിജയിന് നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഒരുപക്ഷെ നോർത്ത് ഇന്ത്യൻ വിരുദ്ധത വെച്ചു പുലർത്തുന്ന, അല്ലെങ്കിൽ ഏറെക്കുറെ തമിഴ് ഐഡന്റിറ്റി എപ്പോഴും മുന്നിൽ പ്രതിഷ്ഠിക്കുന്ന ആ ഒരു ഐഡന്റിറ്റി തമിഴിനുണ്ട്. ആ ഐഡന്റിറ്റി ഒരുപക്ഷെ വിജയ് നന്നായി വോട്ടാക്കി മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ജനങ്ങൾ ചിന്തിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കണ്ടറിയുവാൻ കഴിയുന്നില്ല എന്നുള്ളത് തമിഴ് രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവിടെ സാധാരണ ജനങ്ങളോടൊപ്പം അവരുടെ ആശയങ്ങളെയും അഭിലാഷങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്ന തോന്നൽ, അവരുടെ സിനിമയിലായാലും ജീവിതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും അതൊക്കെ തമിഴിൽ വോട്ടായി മാറുന്ന ഒരു സംസ്കാരം അത് പണ്ടുപോലെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് ജയലളിതയുടെ കാലഘട്ടത്തിലായാലും MGRൻ്റെ കാലഘട്ടത്തിലായാലും കരുണാനിധിയുടെ കാലഘട്ടത്തിലായാലും ഒക്കെ ഇത് അവിടുത്തെ ഒരു സംസ്കാരത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പ്രത്യേകതയാണ്.
ആ പ്രത്യേകത പലപ്പോഴും ഈ വിശകലനത്തിൽ നമ്മൾ മറന്നുപോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ തമിഴ് രാഷ്ട്രീയത്തിൽ നമ്മൾ സ്റ്റാലിൻ ഇപ്പുറത്ത് നിന്നപ്പോൾ നമ്മൾ ഇക്കാര്യമൊക്കെ മറന്നുപോയി എന്നുള്ളതാണ്. പക്ഷേ തമിഴിൻ്റെ ആ പഴയ രാഷ്ട്രീയ ചട്ടക്കൂടിനെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള എംജിആറിനും കരുണാനിധിക്കും ജയലളിതയ്ക്കുമുള്ള അതേ മനസ്സാന്നിധ്യവും അതേ കാൽക്കുലേഷൻസും ഒരുപക്ഷെ നന്നായി ഉപയോഗിച്ച ആളാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയ്. അതുകൊണ്ട് തന്നെ വിജയുടെ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുമോ എന്നുള്ളത് ഇപ്പോഴും പറയാറായിട്ടില്ല. എങ്കിലും ഏറ്റവും വലിയ മുന്നണിയായി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭരണ സംവിധാനത്തിലേക്ക് പോകുവാനുള്ള ആദ്യപടിയായുള്ള ഒരു 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 വിജയുടെ കാൽവെപ്പ് എന്ന് പറയുന്നത് തമിഴ് രാഷ്ട്രീയത്തിൽ ആകെ മാറ്റങ്ങൾ വരുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അദ്ദേഹത്തിൻ്റെ ആദ്യ റാലിയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും അന്ന് ധാരാളം പേര് മരിച്ചതും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് എങ്ങനെയാണ് അദ്ദേഹം വിജയ് കൈകാര്യം ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ പലപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അതൊന്നും വോട്ടായി മാറില്ല എന്നാണ് പലരും കരുതിയത്. എന്നാൽ അതൊക്കെ വോട്ടായി മാറുന്ന പ്രത്യേക രാഷ്ട്രീയം തമിഴ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വിജയിൻ്റെ ഈ മുന്നോട്ടുള്ള പോക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സിനിമയിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലും ഈ തമിഴ് ഐഡന്റിറ്റിയും യൂത്തിനെ അപ്പീൽ ചെയ്യാനുള്ള കഴിവ്, അതായത് ചെറുപ്പക്കാരെ കൂടെ നിർത്താനുള്ള കഴിവും, അതുപോലെ തന്നെ ചാട്ടുളി പോലെ പോകുന്ന അദ്ദേഹത്തിൻ്റെ അഴിമതിക്കെതിരെയുള്ള വർത്തമാനങ്ങളുമൊക്കെ ജീവിതത്തിലും രാഷ്ട്രീയത്തിലും വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ വരുംകാല തമിഴ് രാഷ്ട്രീയത്തിൽ എത്രത്തോളം മെച്ചമുണ്ടാകും എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് തന്നെ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഒട്ടേറെ ജനങ്ങൾ എന്ത് മനസ്സിലാക്കുന്നുവെന്ന് പല രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കുന്നതിൽ അമ്പെ പരാജയപ്പെടുന്നു. അവർക്കൊക്കെ ശക്തമായ തിരിച്ചടി നൽകുന്നു എന്നുള്ളതാണ്. ജനങ്ങൾ മണ്ടരല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് തമിഴ് രാഷ്ട്രീയവും.